നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഫ്രഞ്ച് വമ്പന്മാരായ PSG-ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ആഴ്സണൽ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആഴ്സണലിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മികച്ച പ്രകടനമാണ് അവർ നടത്തിയിട്ടുള്ളത്. സൂപ്പർ താരങ്ങളായ ബുക്കയോ സാക്ക, അതുപോലെ തന്നെ കായ് ഹാവേർട്സ് എന്നിവർ നേടിയ ഗോളുകളാണ് ഈ ഒരു മത്സരത്തിൽ ഗണ്ണേഴ്സിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. PSG-യുടെ പരിശീലകനായ ലൂയിസ് എൻറിക്കെ ഈ ഒരു തോൽവിയുടെ ഉത്തരവാദിത്തം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. PSG-യേക്കാൾ മികച്ച പ്രകടനം നടത്തിയത് ആഴ്സണൽ തന്നെയാണ് എന്നുള്ള കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എതിരാളികളുടെ നിലവാരത്തിൽ നിന്നും താഴെയായിരുന്നു തങ്ങൾ എന്നുള്ള കാര്യവും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എൻറിക്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത്തരം മത്സരങ്ങൾക്ക് ആവശ്യമായ ഒരു നിലവാരമുണ്ട്. ആ നിലവാരത്തിൽ നിന്നും ഞങ്ങൾ വളരെയധികം അകലെയായിരുന്നു. മത്സരത്തിൻ്റെ പല മേഖലകളിലും ഞങ്ങളെക്കാൾ മികച്ചു നിന്നത് ആഴ്സണൽ തന്നെയാണ്. കളിക്കളത്തിനകത്ത് ഡുവൽസ് വിജയിക്കാതെ ഒരു പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. ഞങ്ങളുടെ മുന്നേറ്റ നിര താരങ്ങളെ, അവരുടെ പ്രതിരോധ നിര താരങ്ങൾ നന്നായി കൈകാര്യം ചെയ്തു. എന്നാൽ അവരുടെ മുന്നേറ്റ നിര താരങ്ങളെ അതുപോലെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. ആഴ്സണൽ തന്നെയായിരുന്നു മത്സരത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നത്. ഈ സീസൺ അവസാനിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഞങ്ങൾ ഈ സീസണിൽ കളിക്കുന്ന ഏറ്റവും ഹൈ ലെവൽ മത്സരമായിരുന്നു ഇത്. ഞങ്ങൾ എവിടേക്കാണ് എത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ എനിക്കുണ്ട്. പക്ഷേ എത്ര സമയം പിടിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ഈ ഒരു തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം അത് ഞാൻ ഏറ്റെടുക്കുന്നു. ഇതാണ് PSG-യുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ചാമ്പ്യൻസ് ലീഗ് പോയിന്റ് പട്ടികയിൽ ആഴ്സണൽ 8ാം സ്ഥാനത്താണുള്ളത്. അതേസമയം PSG 18ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണലിൻ്റെ അടുത്ത എതിരാളികൾ ഷാക്തർ ഡോണസ്ക് ആണ്. അതേസമയം PSG-യുടെ കാര്യത്തിലേക്ക് വന്നാൽ ഡച്ച് ക്ലബ്ബായ PSV ഐന്തോവനെയാണ് അവർ ഇനി നേരിടുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.